டாக்டர் ஸ்ரீவர்மாஸ் வெல்னஸ் அனைத்து நோய்களுக்குமான ஆயுர்வேத மருத்துவம் தமிழகம் எங்கும். ஃபார் அப்பாயின்மெண்ட்ஸ் 99424411 and 99421166. ഇതുവരെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഈ വാറിനെ കുറിച്ച് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഈ 22 ഏപ്രിൽ തുടങ്ങിയ ഈ പാകിസ്ഥാനി ഭീകരവാദി നടത്തിയ ഒരു കില്ലിംഗ്, 26 നിരപരാധി സാധാരണക്കാർ അവിടെ പോയി സഞ്ചരിക്കുമ്പോൾ അവരെ ക്രൂരമായി കൊന്ന്, മതം ചോദിച്ച് കൊന്ന്, അന്ന് തുടങ്ങിയ ആ ഒരു യുദ്ധം 7 രാവിലെ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ്റെ മിലിറ്ററി ഫോഴ്സസ് ലോഞ്ച് ചെയ്തു. ആ ഒരു ഓപ്പറേഷൻ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഒരു സ്പെസിഫിക് പ്രിസൈസ് ടാർഗറ്റഡ് ആക്ഷൻ ആയിരുന്നു അഗെയിൻസ്റ്റ് ടെറർ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞു, പാകിസ്ഥാനിലുള്ള എല്ലാ ടെറർ ഹൈഡ് ഔട്ട്സ് ഹബ്സിനെ ആ 7 നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന് തകർത്തി. 100-അധികം ഹൈ വാല്യൂ ടാർഗറ്റ്സ് ടെററിസ്റ്റ് ലീഡേഴ്സിനെ കൊന്നു, അവർ കൊല്ലപ്പെട്ടു. അപ്പോൾ നീതി നടപ്പിലാക്കി, നീതി നൽകി ഈ 26 കുടുംബങ്ങൾക്ക്. അവർക്കൊരു ജസ്റ്റിസ്, അവരൊരു ഡിമാൻഡ് ഫോർ ജസ്റ്റിസ്, അത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 7 ഓപ്പറേഷൻ നടന്നപ്പോൾ നീതി നൽകി. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ മിലിറ്ററി ചെയ്ത കാര്യങ്ങളാണ് ഇന്നലെ പ്രധാനമന്ത്രി മുമ്പോട്ട് വെച്ചത്. ഈ ടെററിസ്റ്റിൻ്റെ ഫ്യൂണറൽസിൽ പോകുന്നത് പാകിസ്ഥാനി മിലിറ്ററിയും പാകിസ്ഥാനി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് ഓപ്പൺലി, ഒന്നും ഒളിക്കാണ്ട് ഓപ്പൺലി അവർ ഇവരുടെ ഫ്യൂണറൽസിൽ പങ്കെടുക്കുന്നു, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ മിലിറ്ററി ഇന്ത്യൻ്റെ സിവിലിയൻ ടാർഗറ്റ്സും ഇന്ത്യൻ്റെ മിലിറ്ററി ടാർഗറ്റ്സിനും അറ്റാക്ക് ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സസിൻ്റെ ഒരു ഡിസൈസീവ് ആക്ഷൻ മിന്നാന്ന് നടന്നത്. 11 ടാർഗറ്റ്സ്, അതിൽ അവരുടെ പ്രധാനപ്പെട്ട എയർഫീൽഡ്സും ചക്ലാല, ജേക്കോബാദ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീപ്പ് ഉള്ള എയർഫീൽഡ്സിനെ ഇന്ത്യൻ മിലിറ്ററി ടാർഗറ്റ് ചെയ്തിട്ട് ഒരു മെസ്സേജ് കൊടുത്തു. ഞാൻ ഈ വികസിത കേരളം കൺവെൻഷൻ പ്രോഗ്രാം, ഈ യാത്രൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, പാകിസ്ഥാൻ ഒരു വന്യമൃഗമല്ല, വൈൽഡ് ആനിമലാണെന്ന് ആരോ എന്നോട് ചോദിച്ചു. വന്യമൃഗത്തിനെ അപമാനിക്കരുത്. പാകിസ്ഥാൻ ഒരു പ്രാന്തമായ ഒരു മാഡ് ആനിമലാണ്. അവർക്ക് ചികിത്സ വേണം. ആ ചികിത്സയാണ് മിന്നാന്ന് ഇന്ത്യൻ മിലിറ്ററി കൊടുത്തത്. അപ്പോൾ അതൊന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു, പാകിസ്ഥാൻ്റെ DGMO ആണ് വിളിച്ച് ഒരു സീസ് ഫയറിൻ്റെ ഒരു നെഗോസിയേഷൻ തുടങ്ങണമെന്ന് റിക്വസ്റ്റ് ചെയ്തത്. ഇന്നലെ ഇത് ഒരു ക്രോണോളജി, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിജി ഇന്ത്യൻ്റെ ഒരു പുതിയ, ഈ ന്യൂ ഇന്ത്യനെ, ഈ റെസ്പോൺസിനെ കുറിച്ചും ഇന്ത്യയുടെ ഒരു പുതിയൊരു ഡോക്ട്രിനെ കുറിച്ച് ഇന്നലെ സ്പഷ്ടമായിട്ട് ഒരു ക്ലാരിറ്റി കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഒരു പുതിയ നോർമൽ. ഇനി വരുന്ന കാലത്ത് ടെറർ ആക്ട് ഒരു വാർ ആക്ട് ആയിട്ടാണ് ഇന്ത്യ കാണാൻ പോകുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഇന്ത്യ ഇനി പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ അതിനെക്കുറിച്ച് കേൾക്കാനും സംസാരിക്കാൻ തയ്യാറല്ല. 3. ഈ സെപ്പറേഷൻ, ടെററിനെ സപ്പോർട്ട് ചെയ്യുന്ന സർക്കാരിനെയും അല്ലെങ്കിൽ ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം, അതിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇനി മേതാൽ ഇന്ത്യ
അതിനെക്കുറിച്ച് ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കില്ല. അപ്പോൾ ടെററിസ്റ്റ് ആണോ ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണോ, രണ്ട് ഓർഗനൈസേഷൻസ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരേ സമാനമായിട്ട് ഇന്ത്യൻ്റെ റെസ്പോൺസ് ഇന്ത്യ മുമ്പോട്ട് വയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ ആ ഡോക്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് an act of terror will be seen as an act of war against India and Indians. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞു, ഭീകരവാദവും ടോക്സും അത് ഒപ്പം നടക്കില്ല. പാകിസ്ഥാൻ്റെ ഒപ്പം എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ രണ്ട് ടോപ്പിക്സിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. ഒന്ന് ടെറർ, ഒന്ന് POK. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഇന്ത്യ പാകിസ്ഥാന് ഒപ്പം സംസാരിക്കുള്ളൂ. ഇന്നലെ പ്രധാനമന്ത്രി വേറൊരു കാര്യം പറഞ്ഞു, ചോരയും വള്ളവും ഒപ്പം നടക്കില്ല. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ, ഇൻഡസ് വാട്ടർ ട്രീറ്റിൻ്റെ കീഴിൽ വള്ളം വേണമെങ്കിൽ ഈ ടെറർ അത് സ്റ്റോപ്പ് ചെയ്യണം. ഞാനൊരു ടെക്നോളജിസ്റ്റാണ്, അതുകൊണ്ട് ഇന്ത്യൻ്റെ ഇന്നലെ ഈ കഴിഞ്ഞ 4 ദിവസം കാണിച്ച ഒരു കേപ്പബിലിറ്റി, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ്റെ ഡിഫൻസ് കേപ്പബിലിറ്റീസ്, ഇന്ത്യൻ്റെ സെക്യൂരിറ്റി കേപ്പബിലിറ്റീസ് കഴിഞ്ഞ 10 കൊല്ലം ഒരു ക്വാണ്ടം ജമ്പ് നടന്നിട്ടുണ്ടെന്ന് ഇന്നലെ ഈ കഴിഞ്ഞ 3 ദിവസത്തിൻ്റെ ഒഫൻസീവും ഡിഫെൻസീവ് കേപ്പബിലിറ്റീസും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ത്യൻ്റെ ഡിഫെൻസീവ് ഷീൽഡ്, ഒരു ഒറ്റ ഡ്രോൺ, ഒരു ഒറ്റ മിസൈൽ ഇന്ത്യൻ്റെ ഡിഫെൻസീവ് ഷീൽഡിനെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ്റെ അടുത്ത് ചൈനീസ് ടെക്നോളജി ഉണ്ട്, ടർക്കിഷ് ടെക്നോളജി ഉണ്ട്. എന്നാലും ഇന്ത്യൻ്റെ ആ ഡിഫെൻസീവ് ഷീൽഡ് മാട്രിക്സ് അതിനെ പെനിട്രേറ്റ് ചെയ്യാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. അതേസമയം ഇന്ത്യൻ്റെ ഒഫൻസീവ് കേപ്പബിലിറ്റീസ്, അത് റഫാൽ ഫൈറ്റർ ജെറ്റാണോ, ബ്രഹ്മോസ് മിസൈലാണോ, നമ്മുടെ ഓട്ടോണമസ് വെഹിക്കിൾസ് ആണോ, ഡ്രോൺസ് ആണോ, ഹാരോപ്പ് ഡ്രോൺസ് ആണോ, അത് പാകിസ്ഥാൻ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഇത്ര ഡീപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്ന കഴിവ് ഇന്ത്യ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് 11 എയർഫീൽഡ്സ്, അവരുടെ റഡാർ ഇൻസ്റ്റലേഷൻ, കമ്മ്യൂണിക്കേഷൻ ഹബ്സ് എല്ലാം ടാർഗറ്റ് ചെയ്ത് പ്രിസൈസായിട്ട് വിത്തൗട്ട് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഇന്ത്യൻ്റെ ഒഫൻസീവ് കേപ്പബിലിറ്റീസും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നലെ നരേന്ദ്രമോദിജി വേറൊരു കാര്യം പറഞ്ഞു, ഇത് വാറിൻ്റെ സമയമല്ല, പക്ഷേ അതേസമയം ഇത് ടെററിൻ്റെ സമയവുമല്ല. അതാണ് ഇന്ത്യൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇന്ത്യൻ്റെ ഒരു വിഷൻ. ഞാൻ വികസിത കേരളം കൺവെൻഷൻ്റെ സമയത്ത് പറഞ്ഞു, ഇന്നും പറയുന്നു, ഇന്ത്യ നന്മ, സമാധാനം, വികസനത്തിൽ വിശ്വസിക്കുന്നൊരു നാടാണ്, ഒരു സർക്കാരാണ്. പക്ഷേ തിന്മേനെതിരെ ബലപ്രയോഗം ഉപയോഗിക്കാൻ കഴിവുള്ളൊരു നാടുമാണ്. അത് നമ്മൾ 4 ദിവസം കണ്ടു. പാകിസ്ഥാൻ ഇത് മനസ്സിലാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇതിനെക്കുറിച്ച് ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ തയ്യാറാണ്. വേറെ ഒന്നും ചോദിക്കല്ലേ. ഇന്ന് എനിക്കറിയാം ഇവിടെ ചിലവർക്ക് ന്യൂസ് പേപ്പർ ആരാ വാങ്ങിച്ചത്, അതിനെക്കുറിച്ചെല്ലാം ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് ചോദിക്കേണ്ടത്, ഇന്ന് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ ഐ വിൽ ബി വെരി ഹാപ്പി. ആ, അല്ല, ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ ആരാണ് വിളിച്ചത്. DGMO പാകിസ്ഥാൻ ആണ് വിളിച്ചത്, DGMO ഇന്ത്യനെ. അവരാണ് സീസ് ഫയർ റിക്വസ്റ്റ് ചെയ്തത്. അത് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ. അല്ല, അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ട്രംപിനോട് ചോദിക്കണം, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനോട് ചോദിക്കണം. ഇന്ത്യൻ്റെ പൊസിഷൻ ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ക്ലിയർ ആയിട്ട് സ്പഷ്ടമായിട്ട് പറഞ്ഞു. ഇന്നലത്തെ 3 DGMOയും DGAയും DGNOയും ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ അവർ പറഞ്ഞു, പാകിസ്ഥാൻ്റെ DGMO വിളിച്ചു നമ്മുടെ സ്ട്രൈക്ക് കഴിഞ്ഞ ഉടനെ, എന്നിട്ട് പറഞ്ഞു സീസ് ഫയറിൻ്റെ നെഗോസിയേഷൻ തുടങ്ങണം. ഇന്ത്യയുമായി അടുത്ത ബന്ധമുള്ള രാജ്യം കൂടിയാണ് അമേരിക്ക. അപ്പോൾ സ്വാഭാവികമായും അമേരിക്ക ഇന്ത്യയുടെ ഈ
നയതന്ത്രപരമായി അത് മനസ്സിലാക്കി നിൽക്കാതെ എന്തുകൊണ്ടാണ് ഈ അമേരിക്ക ഇത്തരത്തിൽ അവരുടെ അത് ഞാൻ ഒരു സ്പെക്യുലേറ്റർ അല്ല. അപ്പോൾ അത് എന്തിനാണ് ചോദിക്കുക? എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് അവരോട് ചോദിക്കണം. ഇന്ത്യൻ്റെ പൊസിഷനും ഇന്ത്യൻ്റെ ഫാക്ട്സ്, ഇന്ത്യ മനസ്സിലാക്കുന്ന ഫാക്റ്റ് ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു. 3 ഡയറക്ടർ ജനറൽസ് മിലിറ്ററി ഓപ്പറേഷൻ, നേവൽ ഓപ്പറേഷൻ, എയർ ഓപ്പറേഷൻ ഇന്നലെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം. റിവ്യൂ കമ്മിറ്റി വെക്കണമെന്ന് ആവശ്യമുണ്ട് കോൺഗ്രസിന്. കാർഗിൽ യുദ്ധത്തിന് ശേഷം ഒരു റിവ്യൂ കമ്മിറ്റി വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ചർച്ച ചെയ്യാൻ റിവ്യൂ കമ്മിറ്റി വെക്കണമെന്ന് ആവശ്യം. അത് കോൺഗ്രസ് നടക്കട്ടെ, അവർ നടത്തോട്ടെ ഒരു റിവ്യൂ കമ്മിറ്റി. അവർക്കുണ്ടല്ലോ സമയം ചെയ്യാൻ, ചെയ്തോട്ടെ. വേണ്ട അല്ല, ഞാനാരാണോ അത് പറയാൻ? ഞാനല്ലല്ലോ സർക്കാർ. അത് അവർ പാർലമെൻറ്റിൽ പറയട്ടെ. അല്ല, ഒരു സാധനം ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് പോളിറ്റിക്സ് എല്ലാം വിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പൊളിറ്റീഷ്യനാണ്, കേരള BJPൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ 4 ദിവസത്തിൻ്റെ ഈ ഓപ്പറേഷൻ ഒരു ഡിസ്പാഷനറ്റായി നോക്കിയാൽ ഇന്ത്യൻ്റെ കഴിവും ഇന്ത്യൻ്റെ ഒഫൻസീവും ഡിഫെൻസീവ് കേപ്പബിലിറ്റീസ് ഇത്രമാത്രം മുമ്പോട്ട് പോയെന്ന് എനിക്കൊരു സെലിബ്രേറ്ററി മൂമെൻ്റാണ്. അതല്ലേ, അതിൽ ആരാണ് റിവ്യൂ ചെയ്യേണ്ടത്, എന്ത് റിവ്യൂ ചെയ്യണം, അതാണെങ്കിൽ മെയിൻ ടോപ്പിക് ആണെങ്കിൽ അതൊക്കെ മെയിൻ ടോപ്പിക്. ഞാൻ കാണുന്നത് വേറെന്തോ, പാകിസ്ഥാനെ ഇങ്ങനെ അൺപ്രസിഡൻറ്റഡ് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന കഴിവ് ഇന്ത്യ കാണിച്ചു കൊടുത്തു. നമുക്കെല്ലാവർക്കും കാണാൻ കിട്ടി, അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ലോകത്തിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് ന്യൂക്ലിയർ ആർസനലിനെ അറ്റാക്ക് ചെയ്തോ, അതാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കുന്ന എന്താ ഒരു നെറേറ്റീവ്? റിവ്യൂ. എന്തിൻ്റെ റിവ്യൂ? ആര് റിവ്യൂ? ശരി, ചെയ്തോട്ടെ. പ്രയോറിറ്റീസ് എന്താണ് പ്രയോറിറ്റീസ് ജനങ്ങൾക്ക് മനസ്സിലാക്കട്ടെ. പറയും. എനിക്ക് ഓർമ്മയുണ്ട്. അതെ അതെ, അവർ പറഞ്ഞത്, എയർ വൈസ് മാർഷൽ പറഞ്ഞത്, ഇത് നമ്മുടെ ഒരു കാലിബ്രേറ്റഡും സ്മാർട്ട് ടാക്ടിക്കൽ സ്ട്രാറ്റജിയാണെന്ന് അവരും അഡ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ നാട്ടിൽ ഇതേ റിവ്യൂ ചോദിക്കുന്ന ആൾക്കാരാണ് അന്ന് പറഞ്ഞത് ആരാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നത്, ആർക്കാണ് ഇത് ബെനിഫിറ്റ് കിട്ടുന്നത്? അരവിന്ദ് കെജ്രിവാൾ, ഇന്ത്യ അലയൻസിൻ്റെ എല്ലാ സ്റ്റാർസും അന്ന് പറഞ്ഞതാണ് ഇത് ചെയ്തത് BJP ആണെന്ന്. ഇതൊരു പാറ്റേണാണ്. 26/11 പാകിസ്ഥാനി ഭീകരവാദി വന്നപ്പോൾ ആരാണ് പറഞ്ഞത് RSSൻ്റെ അറ്റാക്കാണെന്ന്? ഞാൻ മറന്നിട്ടില്ല, നിങ്ങൾ മറന്നോറില്ല. പുൽവാമ വരുമ്പോൾ പാകിസ്ഥാനി എയർ വൈസ് മാർഷൽ പറഞ്ഞു അത് ഞങ്ങൾ ചെയ്തു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞു അതാരാ ചെയ്തത്? അവർ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണ് പറയുന്നത് നമുക്ക് പാർലമെൻറ്റ് സെഷൻ വേണം, റിവ്യൂ വേണം. അത് ചോദിച്ചോട്ടെ.